Hi all, welcome to the class. Today we are going to discuss a small topic in the subject mechatronics. Today's topic is sensors used in robotics. This is the last part of module 5. So we have already discussed different type of sensors in our first module, and here we are discussing some of them which are used in robotics. The first one, in a robot, the main factor to be measured is force. So there are different type of force sensors that can be assembled as internal sensors as well as external sensors. There are different type of force sensors are strain gauges, piezoelectric switches and മൈക്രോ സ്വിച്ചസ്. ഈ മൂന്നെണ്ണമാണ് ഏറ്റവും കൂടുതലായിട്ട് ഫോഴ്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെൻസേഴ്സ്. സോ വി വിൽ ഗോ വിത്ത് സ്ട്രെയിൻ ഗേജ് വിച്ച് ഈസ് ഓൾറെഡി സ്റ്റഡീഡ് ബൈ us ഇൻ അവർ ഫസ്റ്റ് മൊഡ്യൂൾ. നമുക്ക് ഓൾറെഡി അറിയാം സ്ട്രെയിൻ എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ പാരാമീറ്റർ ആണ്. എവിടെയെങ്കിലും ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് സ്ട്രെസ്സും സ്ട്രെയിനും വേരി ചെയ്യും, അഥവാ സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്യും, അതിനാൽ ഒരു സ്ട്രെയിൻ ഉണ്ടാവും. സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്, അഥവാ ലെങ്ത്തിൽ ഇൻക്രീസോ ഡിക്രീസോ ഉണ്ടാവും. ആക്ച്വലി ഇൻക്രീസ് ആണ് ഓൾമോസ്റ്റ് എല്ലാ മെറ്റീരിയലിലും ഉണ്ടാവുക. ഏരിയ ഡിക്രീസ് ചെയ്യും, ലെങ്ത് ഇൻക്രീസ് ചെയ്യും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് സ്ട്രെയിൻ ഗേജസ് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ സ്ട്രെയിൻ ഗേജ് മെറ്റീരിയലിൻ്റെ ലെങ്ത് ഇലോങ്ങേഷൻ സംഭവിക്കും. ഓട്ടോമാറ്റിക്കലി അവിടെ നമുക്ക് റെസിസ്റ്റൻസിൽ ഇൻക്രീസ് ഉണ്ടാവും. ആ ഇൻക്രീസ് നമ്മളൊരു വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ട്, യു ക്യാൻ സീ എ വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് strain gauges R1, R2, R3 and R4 are different resistors of resistance of strain gauge. നമ്മൾ റെസിസ്റ്റൻസ് ആണ് വേരി ചെയ്യുന്നത്. അത് റെസിസ്റ്റൻസായി കാണിച്ചു എന്നേ ഉള്ളൂ, ശരിക്കത് സ്ട്രെയിൻ ഗേജസ് ആണ്. അന്നേരം ഈ ഒരു സർക്യൂട്ട് വെച്ചിട്ട് നമുക്ക് എപ്പോഴും അനലൈസ് ചെയ്യാം എവിടെയാണ് ചേഞ്ച് വന്നിരിക്കുന്നത്, എവിടെയാണ് ഇലോങ്ങേഷൻ വന്നിരിക്കുന്നത്, എവിടെയാണ് കംപ്രഷൻ വന്നിരിക്കുന്നത്. അതൊക്കെ തന്നെ നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് മെഷർ ചെയ്ത് എടുക്കാൻ സാധിക്കും. പിന്നെ രണ്ടാമത് വരുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ് പീസോ ഇലക്ട്രിക് സെൻസേഴ്സ് അല്ലെങ്കിൽ പീസോ ഇലക്ട്രിക് സ്വിച്ചസ്. പീസോ ഇലക്ട്രിക് സ്വിച്ചസ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് കേട്ടിട്ടെങ്കിലും ഉണ്ടാവും. ഇതൊരു സ്പെഷ്യൽ പ്രോപ്പർട്ടിയാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പീസോ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുള്ള സെൻസിങ് മെത്തേഡാണ്. അതിനുവേണ്ടി പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പീസോ ഇലക്ട്രിക് ഫിനോമിനൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പീസോ ഇലക്ട്രിക് ഫിനോമിനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിസ്റ്റൽ, ഇലാസ്റ്റിക് ക്രിസ്റ്റൽ ഉണ്ടാവും. അതിൻ്റെ അകത്ത് നമ്മളൊരു ഫോഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പാരാമീറ്റർ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കലി ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ക്രിയേറ്റ് ചെയ്യും, അഥവാ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾക്കിപ്പോൾ ചിത്രം കാണാൻ പറ്റും. ഇതാണൊരു പീസോ ഇലക്ട്രിക് സെൻസറിൻ്റെ ബേസിക് ചിത്രം. ഇവിടെ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് അയോൺസ് ആയിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യും. ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസ് വെച്ചിട്ട് നമുക്കതിൻ്റെ പ്രോപ്പർട്ടീസ് അനലൈസ് ചെയ്യാം. ഇത് നാച്ചുറലിൽ വളരെ കുറച്ച് എക്സിസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്വാഡ്സ്, ടർമാലിൻ, റൊച്ചാലെ സാൾട്ട് ആൻഡ് എക്സെട്ര കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസ്. അതുപോലെ തന്നെ പീസോ ഇലക്ട്രിക് സെൻസേഴ്സ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഡൈനാമിക് ഫോഴ്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ മനസ്സിലുണ്ടാവണം. ഡൈനാമിക് ഫോഴ്സ് മെഷർ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് പീസോ ഇലക്ട്രിക് സെൻസേഴ്സ്. ഇനി ലാസ്റ്റ് വണ്ണാണ് മൈക്രോ സ്വിച്ചസ്. മൈക്രോ സ്വിച്ചസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളതും ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു സെൻസറാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം എന്താ പറയേണ്ടത്, സാധാരണ വീട്ടിലുള്ള ലൈറ്റ് പോലെയാണ്. ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ കടന്നു പോകുന്ന സമയത്ത് അതിൻ്റെ അത് ഇൻക്രീസോ ഡിക്രീസോ വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ഈ സ്വിച്ച് കട്ടാക്കും. കൂടാണ്ട് ആ സിഗ്നൽ നമ്മുടെ കൺട്രോളിലേക്ക് കൊടുക്കുകയും ചെയ്യും. ആ ഒരു മെത്തേഡ് ഒരു സേഫ്റ്റി പ്രിക്കോഷനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെൻസറാണ് മൈക്രോ സ്വിച്ചസ്. ഇതിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ റോബസ്റ്റാണ്, സിമ്പിളാണ്, ഇൻഎക്സ്പെൻസീവാണ്, സിമ്പിൾ ഓപ്പറേഷനുമാണ്. പിന്നെ നമ്മളിപ്പം പറഞ്ഞതെല്ലാം തന്നെ ഒരു ഇൻറ്റേർണൽ സെൻസസ് കാറ്റഗറിയിൽ വരുന്ന സാധനങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊന്നാണ് എക്സ്റ്റേണൽ സെൻസസ്. നമ്മൾ റോബോട്ടിൽ ഉണ്ടാവില്ല, നമുക്ക് പുറത്ത് വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ, വേണമെങ്കിൽ റിമൂവ് ചെയ്യാനും ഫിറ്റ് ചെയ്യാനും എല്ലാം യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്ന ഒന്നാണ് കോണ്ടാക്ട് ടൈപ്പ് സെൻസേഴ്സ്, അതുപോലെ തന്നെ നോൺ കോണ്ടാക്ട് ടൈപ്പ് സെൻസേഴ്സ്. അഥവാ സെൻസിങ്ങിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. കോണ്ടാക്ട് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ടച്ച് ചെയ്തിട്ട്,
കോണ്ടാക്ട് ടൈപ്പിൽ ഏറ്റവും മെയിനായിട്ട് വരുന്നതാണ് ലിമിറ്റ് സ്വിച്ച്. നമ്മളെ വീട്ടിലെല്ലാം സാധാരണ നോർമൽ ഓൺ ഓഫ് സ്വിച്ച് പോലെയാണ്. അതിപ്പോൾ ഒരു സാധനത്തിൻ്റെ മുകളിൽ ഇപ്പോൾ പ്രസൻസിൻ്റെ ആണോ ആബ്സെൻ്റ് ആണോ എന്ന് മെഷർ. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഫസ്റ്റ് വൺ ഞാൻ എക്സാമ്പിൾ പറയാം. ഇവിടെ ഒരു പ്രഷർ മെഷർ ചെയ്യുന്ന സ്വിച്ചാണ്, ലിമിറ്റ് സ്വിച്ചാണ്. ഇവിടുന്ന് പ്രഷർ കൂടുതലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ബാർ താഴോട്ടേക്ക് പുഷ് ചെയ്യപ്പെടും. പുഷ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇവിടെയുള്ള ഈ സ്വിച്ച് കോണ്ടാക്റ്റിൽ വരും. അതുകൊണ്ട് തന്നെ ഇവിടെ ഔട്ട്പുട്ടിൽ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ നമുക്ക് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കോണ്ടാക്റ്റ് ലിമിറ്റ് സ്വിച്ചിൻ്റെ വർക്കിംഗ് വരെ സെൻസ് ചെയ്യുക. അതേപോലെ വേറൊരു എക്സാമ്പിളാണ് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു മെറ്റീരിയൽസ് പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഒരു കൺവെയർ ബെൽറ്റിൽ ഉപയോഗിക്കുന്ന ലിമിറ്റ് സ്വിച്ചിൻ്റെയാണ് രണ്ടാമത്തേത്. അതിൻ്റെ അകത്താണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതാണ് ലിമിറ്റ് സ്വിച്ച്. ലിമിറ്റ് സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സിഗ്നൽ താഴോട്ടേക്ക് എർത്തിങ് സംഭവിക്കും. ഇങ്ങോട്ടേക്ക് പോകുന്ന സിഗ്നലിൽ ചെറിയൊരു റിഡക്ഷൻ വരും. അങ്ങനെ വെച്ച് നമുക്ക് സെൻസ് ചെയ്യാം അവിടെ മെറ്റീരിയൽ ഉണ്ടോ ഇല്ലയോ. അങ്ങനെ ഒരു ഓൺ ഓഫ് കണ്ടീഷൻ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന സെൻസേഴ്സാണ് ലിമിറ്റ് സ്വിച്ചസ്. പിന്നെ ഫോഴ്സ് പോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി ഇതിനകത്ത് മെഷർ ചെയ്യാറുണ്ട്, ടോർക്ക്. റോബോട്ട്സിൻ്റെ അകത്ത് കുറേ ഡൈനാമിക് പാർട്സ് ഉള്ളതുകൊണ്ട് തന്നെ ടോർക്ക് എന്നുള്ളതും റിയാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സാണ്. വി നീഡ് ടു മെഷർ ബോത്ത് ഇൻ എ മെക്കാനിക്കൽ അസംബ്ലി. സോ ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ എ റോബോട്ടിക്സ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് വിധത്തിലുള്ള സെൻസിങ് ആണ് ചെയ്യുന്നത്. നമ്മളുടെ റോബോട്ടിൻ്റെ ആമിൻ്റെ ജോയിൻറ്റ്സ് വരുന്നതായിരിക്കും, റിസ്റ്റ് വരുന്നതായിരിക്കും. നമ്മൾ ഹാൻഡ് മനസ്സിൽ ഓർത്ത് നോക്കുക, നമുക്ക് ആം ജോയിൻറ്റ്സ് ഉണ്ട്, പിന്നെ കൂടാണ്ട് റിസ്റ്റും ഉണ്ട്. ഈ രണ്ട് സ്ഥലത്താണ് മെയിനായിട്ട് ഡൈനാമിക് മോഷൻ ധാരാളം വരുന്നത്. അവിടെയാണ് നമ്മൾ പൊതുവെ ടോർക്ക് സെൻസേഴ്സ് ഫിറ്റ് ചെയ്യാം. മെയിനായിട്ട് റിയാക്റ്റീവ് ഫോഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇത് വളരെ സിമ്പിളാണ്. ജോയിൻസിലുള്ളതാണെങ്കിൽ ജോയിൻസിൽ എന്തായാലും ഒരു ഡ്രൈവിംഗ് മെക്കാനിസം ഉണ്ടാവും. ഇപ്പം ഡി സി മോട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്യുപ്മെൻറ്റ് ഉണ്ടാവും. ഡി സി മോട്ടർ ആണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കാം. ആ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആർമേച്ചർ കറണ്ടിൽ വരുന്ന വേരിയേഷൻ ഡയറക്റ്റ്ലി എടുത്താൽ മതി. അതായത് നമുക്ക് എക്സാക്ട്ലി പ്രെഡിക്റ്റ് ചെയ്യാം റോബോട്ട് ജോയിൻറ്റിൽ എത്ര ഫോഴ്സ്, എത്ര റിയാക്റ്റീവ് ഫോഴ്സ്, എത്ര ടോർക്ക്, ഈ കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അതേസമയം റിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്റ്റിൻ്റെ മോഷനും ജോയിൻ്റെ മോഷനും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. റിസ്റ്റിന് പല വിധത്തിലുള്ള മോഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ XYZ എന്നുള്ള 3 ആക്സിസിൽ കറക്റ്റായിട്ട് നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കണം, വെക്റ്റേഴ്സായിട്ട് തന്നെ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ മൊമെൻറ്റ്സും അറിയണം. മൊമെൻറ്റ്സ് ആണ് എം എന്നുള്ളൊരു ടേം ഞാൻ ഉപയോഗിക്കുന്നത്. MX, MY, MZ ആണ് 3 ആക്സിസിൽ വരുന്ന മൊമെൻറ്റ്സ്. ഇത് ഓരോ പോയിൻ്റ് ഉണ്ടാവും. റിസ്റ്റ് എടുക്കുകയാണെങ്കിൽ റിസ്റ്റിൽ പല വിധത്തിലുള്ള പോയിൻറ്റ്സിലും ഉണ്ടാവും. ആ റിസ്റ്റിൽ വരുന്ന ഓരോ ഫോഴ്സും ഇപ്പം നിങ്ങൾക്ക് ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ FX, FY, FZ എന്നുള്ളത് കാണാൻ പറ്റും. അതേപോലെ തന്നെ 3 സൈഡിലും വരുന്ന ടോർക്ക് അഥവാ റൊട്ടേഷൻ അഥവാ മൂവ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് MX, MY, അതുപോലെ MZ. ശരിക്കും ഈ ടോർക്ക് എന്ന് പറഞ്ഞാൽ ടേണിംഗ് മൂവ്മെൻ്റ് ആണ്. അതുകൊണ്ട് അത് രണ്ടും സെയിം ടേമാണെന്നുള്ളത് മനസ്സിലുണ്ടാവണം. പിന്നെ കൂടാണ്ട് സ്ട്രെയിൻ ഗേജസ് ആണ് റിസ്റ്റ് സെൻസേഴ്സിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. നിങ്ങൾക്ക് റൈറ്റ് സൈഡിലെ ചിത്രം നോക്കാം. XY ആക്സിസ് കാണിച്ചിട്ടുണ്ട്, ZX കാണിച്ചിട്ടുണ്ട്. കൂടാണ്ട് സ്ട്രെയിൻ ഗേജസും അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. സ്ട്രെയിൻ ഗേജസ് ഉപയോഗിച്ചാണ് സെൻസിങ് നടക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ റിസ്റ്റ് എന്ന് പറയുന്ന സ്ഥലം വളരെ ചെറിയ സ്ഥലമാണ്, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ സെൻസേഴ്സ് അതിലും ചെറുതാണ്. അതുകൊണ്ട് തന്നെ വെരി സ്മോൾ, സെൻസിറ്റീവ്, ലൈറ്റ് ഇൻ വെയ്റ്റ് ആൻഡ് റിലേറ്റീവ്ലി കോമ്പാക്റ്റ് ഇൻ ഡിസൈൻ. ഇനി വരുന്നതാണ് ടാക്ടൈൽ സെൻസർ. ടാക്ടൈൽ എന്ന് പറഞ്ഞാൽ ടച്ച് സെൻസർ എന്നുള്ളതിൻ്റെ വേറൊരു പേരാണ് ടാക്ടൈൽ സെൻസർ. ഒരു സാധനം ഒരു സ്ഥലത്ത് ഇപ്പം നമ്മളെ ഫിംഗറിൻ്റെ എല്ലാം ടിപ്പിൽ നമുക്കറിയാം, നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ ടച്ച് ചെയ്താൽ അവിടെ സർഫസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ടച്ച് ചെയ്തിട്ടാണ് നോക്കുക. അങ്ങനെ ടച്ച് ചെയ്ത് നോക്കുന്ന ഒരു സെൻസറാണ് ടാക്ടൈൽ സെൻസർ. ഓക്കെ, ഇതിന് നമുക്ക് പീസോ റെസിസ്റ്റീവോ അല്ലെങ്കിൽ പീസോ ഇലക്ട്രിക്കോ കപ്പാസിറ്റീവോ ഇലക്ട്രോ റെസിസ്റ്റീവോ ഏത് സെൻസർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിനെക്കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഞാൻ ഫസ്റ്റ് മൊഡ്യൂളിൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ശ്രദ്ധിക്കാം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. നല്ല രീതിയിൽ നോക്കാം. പിന്നെ ഈ ടാക്ടൈൽ സെൻസേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ലൈറ്റ് ഡിമ്മും ബ്രൈറ്റും ചെയ്യുന്ന ഫങ്ഷൻസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിജിറ്റൽ ഇമേജസിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് അഥവാ ടച്ച് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ടാക്ടൈൽ സെൻസേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ ഈ ടച്ച് സെൻസർ അല്ലെങ്കിൽ ടാക്ടൈൽ സെൻസറിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ടച്ച് സെൻസറിനെ നമുക്ക് രണ്ടായിട്ട് പറയാം. ഒന്നുകിൽ ബൈനറി സെൻസർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് അനലോഗ് സെൻസർ. ബൈനറി സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഇറ്റ്സ് എ ഡിജിറ്റൽ സിഗ്നൽ. അത് ഡിജിറ്റൽ സെൻസർ 0, 1 എന്നുള്ള നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് ഒരു വസ്തു അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൈനറി സെൻസേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇത് പൊതുവെ ഫിംഗേഴ്സ് വെച്ചിട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് താഴെ ചിത്രം കാണാൻ പറ്റും. റിസ്റ്റിൻ്റെ എൻ്റെ ആയിട്ട് ഫിംഗേഴ്സ് ഉണ്ട്. അതിൻ്റെ
പോയിന്റിൽ മൈക്രോ സ്വിച്ചസും ഉണ്ട്. ഇവിടെ ഒരു കമ്പോണൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ ടച്ച് ചെയ്ത് നോക്കും, അവിടെ കമ്പോണൻറ്റ് ഉണ്ടെങ്കിൽ ഉണ്ട് എന്നുള്ള എസ് എന്നുള്ള സിഗ്നലും ഇല്ലെങ്കിൽ സീറോ അഥവാ നോ എന്നുള്ള സിഗ്നലും നമ്മളിത് ബൈനറി സെൻസറിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടും. അതാണ് ബൈനറി സെൻസർ. ഡിജിറ്റൽ നമ്പേഴ്സ് അതാ സീറോയും വണ്ണും ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ എല്ലാ സെൻസിങ്ങും നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് അനലോഗ് സെൻസർ. അനലോഗ് സെൻസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, സിഗ്നൽ അനലോഗ് സിഗ്നലിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതൊരു മെക്കാനിക്കൽ സെൻസിങ് ഡിവൈസാണ്. ഇത് ആക്ച്വലി ഒരു സ്പ്രിംഗ് ലോഡഡ് പ്ലഞ്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് കോണ്ടാക്റ്റ്. ആ കോണ്ടാക്റ്റ് ചെയ്യേണ്ട ബോഡീൻ്റെ മുകളിൽ നമ്മൾ ഈ സെൻസർ പോയിട്ട് ടച്ച് ചെയ്യും. ടച്ച് ചെയ്യുന്ന സമയത്ത് ഈ സ്പ്രിംഗ് ലോഡഡ് സിഗ്നലിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു ഷാഫ്റ്റ്, ഇവിടെ ഒരു സ്പ്രിങ് ഉണ്ട്, സ്പ്രിങ് വെച്ചിട്ട് നേരെ ഈ ഷാഫ്റ്റിൻ്റെ റൊട്ടേഷനായിട്ട് കൊടുക്കും. അത് ഈ റൊട്ടേഷൻ നമുക്ക് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാം. ഇത് ആ ഇനീഷ്യൽ കണ്ടീഷനിൽ ഇത്രയാണ്, ഇത് ഫൈനലി 30 അല്ലെങ്കിൽ 40 ഡിഗ്രി മൂവ് ചെയ്തിട്ടുണ്ട്. ആ മൂവ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് ഈ ഒബ്ജക്റ്റും ഇതും തമ്മിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇതിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും മനസ്സിലാക്കാം. അങ്ങനത്തെയുള്ള സെൻസേഴ്സിന് പറയുന്ന പേരാണ് അനലോഗ് സെൻസർ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ടച്ച് ടൈപ്പ് സെൻസർ അല്ലെങ്കിൽ ടാക്റ്റൈൽ സെൻസറാണ്. ഇനി വരുന്നതാണ് നോൺ കോണ്ടാക്ട് ടൈപ്പ് സെൻസർ. നോൺ കോണ്ടാക്ട് ടൈപ്പ് സെൻസേഴ്സിൻ്റെ മെയിൻ ഫങ്ഷൻസ് അഥവാ അതെങ്ങനെ വർക്ക് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ സൗണ്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മാഗ്നറ്റിക് സിഗ്നൽസ് ഇൻഡക്ഷൻ ഉപയോഗിക്കാം, അതും അല്ലെങ്കിൽ ലൈറ്റ് ഉപയോഗിക്കാം. എങ്ങനെ വേണമെങ്കിലും സിഗ്നൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു കമ്പോണൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ അത് എത്ര ഡിസ്റ്റൻസിലാണെന്നുള്ളത് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ആ റേഞ്ച് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെൻസേഴ്സിനാണ് റേഞ്ച് ഫൈൻഡേഴ്സ് എന്ന് പറയാം. ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എക്സിസ്റ്റ് ചെയ്യുന്നില്ലയോ, നമ്മളെ ഒരു കമ്പോണൻറ്റിൻ്റെ മുകളിൽ നമ്മൾ റോബോട്ട് ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ കമ്പോണൻറ്റ് വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോക്സിമിറ്റി സെൻസർ. ആ കമ്പോണൻറ്റ് എത്ര ഡിസ്റ്റൻസിലാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് റേഞ്ച് സെൻസർ. പ്രോക്സിമിറ്റി സെൻസറിനെ പിന്നെയും നമുക്ക് സബ് ക്ലാസ് ചെയ്യാം. അതാണ് അൾട്രാസോണിക് സെൻസർ അല്ലെങ്കിൽ ഒപ്റ്റിമൽ പ്രോക്സിമിറ്റി സെൻസർ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് റേഞ്ച് സെൻസർ. റേഞ്ച് സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ്, കമ്പോണൻറ്റും സെൻസറും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര ഡിസ്റ്റൻസിലാണ് അല്ലെങ്കിൽ റോബോട്ട് എത്ര ഹൈറ്റിലാണ് അകലത്തിലാണ് എന്നുള്ള മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സെൻസറാണ് റേഞ്ച് സെൻസർ. ഈ റേഞ്ച് 3 വിധത്തിൽ നമുക്ക് മെഷർ ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് ഈസ് ട്രയാങ്കുലേഷൻ, സെക്കൻഡ് മെത്തേഡ് ഈസ് സ്ട്രക്ചേർഡ് ലൈറ്റിംഗ് അപ്രോച്ച് ആൻഡ് തേർഡ് മെത്തേഡ് ഈസ് ടൈം ടു ഫ്ലൈറ്റ് റേഞ്ച് ഫൈൻഡേഴ്സ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് ട്രയാങ്കുലേഷൻ മെത്തേഡ്. ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ചിത്രത്തിൽ നോക്കാം, ഇതാണ് ഒരു ട്രയാങ്കുലർ മെത്തേഡിൻ്റെ ഏറ്റവും ബേസിക്. ഇത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരു ട്രയാങ്കിളിൻ്റെ പ്രിൻസിപ്പിൾസ് അറിയാമെങ്കിൽ, പൈതഗോറസ് ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്കിത് മുഴുവൻ സോൾവ് ചെയ്യാം. ഇവിടെ നമ്മളുടെ ഒരു സെൻസർ യൂണിറ്റിൽ ഒരു സോഴ്സും ഒരു റിസീവറും ഉണ്ടാവും. ഈ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എല്ലാ റേഞ്ച് ഫൈൻഡേഴ്സിനും ഒരു കോമൺ ആയിട്ട് നമുക്ക് അറിയുന്ന ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും. കാരണം സോഴ്സും ഡിസ്റ്റൻസും തമ്മിലുള്ള അകലാണ്, അത് നമുക്ക് ഡയറക്റ്റ്ലി മെഷർ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ടേക്കൺ ആസ് ബി. അതിനുശേഷം ഈ സോഴ്സിൻ്റെ ആംഗിളും ഫിക്സഡ് ആയിരിക്കും. ഇത്രയും ആംഗിളിലായിരിക്കും ഈ ലൈറ്റ് എമിറ്റ് ചെയ്യാം. അഥവാ തീറ്റയും നമുക്ക് നോണാണ്, ബിയും നമുക്ക് നോണാണ്. അന്നേരം ഓട്ടോമാറ്റിക്കലി ഈ ലൈറ്റ് ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് തിരിച്ച് പല ഭാഗത്തേക്കായിട്ട് അത് പോകുന്നുണ്ട്. പക്ഷേങ്കിൽ കുറച്ച് ഭാഗം കറക്റ്റായിട്ട് തിരിച്ച് ഡിഫ്ലക്റ്റേഴ്സിൽ വരും. അതിന് ഈ ഡിഫ്ലക്റ്റേഴ്സിൽ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബി തീറ്റ വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എത്ര എന്നുള്ളത് ഡയറക്റ്റ് മെഷർ ചെയ്യാം. അഥവാ എത്ര അകലത്തിലാണ് ഒബ്ജക്റ്റ് സെൻസറിന് എന്ന് മെഷർ ചെയ്യാൻ പറ്റും. അഥവാ ഡി മെഷർ ചെയ്താൽ മതി. ഡീൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ഡി ബൈ ബി ഈസിക്കൽ ടു ടാൻ തീറ്റ വരും, അല്ലെങ്കിൽ ഡി ഈസിക്കൽ ടു ബി ബൈ ടാൻ തീറ്റ എന്ന് നമുക്ക് കിട്ടും. സോറി, ഡി ബൈ ബി ഈസിക്കൽ ടു ടാൻ തീറ്റ, സോ ഡി ഈസിക്കൽ ടു ബി ടാൻ തീറ്റ എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ഡി മെഷർ ചെയ്യാം. അതാണ് ട്രയാങ്കുലേഷൻ മെത്തേഡ്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്, ഞാൻ അതിൻ്റെ അകത്തെ ഓരോ പോയിന്റിലേക്കും പോകുന്നില്ല. ഇനി നെക്സ്റ്റ് മെത്തേഡാണ് സ്ട്രക്ചേർഡ് ലൈറ്റിംഗ് മെത്തേഡ്. അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഷീറ്റ് ഓഫ് ലൈറ്റാണ്, അഥവാ ഒരു ലെയർ ഓഫ് ലൈറ്റ് ഉപയോഗിച്ചിട്ടുള്ള മെഷർമെൻ്റ് ആണ്. ഇത് നമ്മൾ ഒബ്ജക്റ്റിലേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിലേക്ക് കടന്നു പോകുമ്പം അവിടെ നിങ്ങൾക്കിപ്പോൾ നോക്കാം, ഈ ലൈറ്റ് ഷീറ്റായിട്ട് ഇങ്ങോട്ടേക്ക് കടന്നു പോകുമ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ മുകളിലേക്ക് കൂടി അതിൻ്റെ ഒരു നിഴൽ എക്സിസ്റ്റ് ചെയ്യും, ഒരു കട്ടിങ് ഉണ്ടാവും. ആ കട്ടിങ് വീഡിയോ, ടി വി, ക്യാമറ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് കാണുന്ന വിധത്തിൽ മെഷർ ചെയ്തെടുക്കാം. അങ്ങനെയാണ് ആ റേഞ്ച് എത്ര ഡിസ്റ്റൻസിലാണ് നമ്മളുടെ ഒബ്ജക്റ്റ് നിൽക്കുന്നതെന്നുള്ളത് ഈ ടി വി സിഗ്നൽ വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് ഡയറക്റ്റ് ലൈറ്റ് ഉപയോഗിച്ചുള്ള സെൻസിങ് മെത്തേഡാണ്.
അടുത്തതാണ് ലേസർ റേഞ്ച് ഫൈൻഡർ അല്ലെങ്കിൽ ടൈം ടു ഫ്ലൈറ്റ് റേഞ്ച് ഫൈൻഡർ. ഇതിന് ഉപയോഗിക്കുന്ന ലേസർ റേസ് ആണ്. ലേസർ ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഒബ്ജക്റ്റ് എവിടെയാണെന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ലേസർ റേഞ്ച് ഫൈൻഡർ. അതിന് വേണ്ടി നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ലേസർ എമിറ്റിംഗ് സോഴ്സ് ഉണ്ടാവും. അതിനുശേഷം ഒരു ബീം സ്പ്ലിറ്റർ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഒരു ഹാഫ് സെമി മിററാണെന്ന് പറയാം. ഇവിടുന്ന് സിഗ്നൽ റൈറ്റ് സൈഡിലേക്ക് കടത്തി വിടും. പക്ഷേങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ട് ലേസറിലേക്ക് ഒരു സിഗ്നലും വരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ബീം സ്പ്ലിറ്റർ ഒരു സിഗ്നൽ അങ്ങോട്ടേക്കും ഒരു സിഗ്നൽ താഴോട്ടേക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഔട്ട് ഗോയിങ് സിഗ്നൽ ഡാർക്ക് കളറിലും റിട്ടേണിങ് സിഗ്നൽ ഡോട്ടഡ് ലൈനിലുമാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബീം സ്പ്ലിറ്റർ ഒരു സിഗ്നൽ താഴോട്ടേക്കും മറ്റത് അങ്ങോട്ടേക്കും അങ്ങോട്ടേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ സിഗ്നൽ അവിടെ പോയി ഒബ്ജക്റ്റിൽ അടിച്ചിട്ട് തിരിച്ച് ലേസർ സിഗ്നൽ തിരിച്ച് സോഴ്സിലേക്ക് തന്നെ വരും. സോഴ്സിലേക്ക് വരുമ്പോൾ ബീം സ്പ്ലിറ്ററിൽ അടിച്ചിട്ട് ആ സിഗ്നലും താഴോട്ടേക്ക് പോകും. അതായത് രണ്ട് സിഗ്നലും നമുക്ക് എല്ലാ സ്ഥലത്തും എക്സിസ്റ്റ് ആണ്. അന്നേരം അതിൻ്റെ നമ്മുടെ തരംഗങ്ങൾ എങ്ങനെയാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. ലാംഡ എന്നുള്ള വാല്യൂ നമുക്കറിയാം. ഇതിൻ്റെ വാല്യൂ ലാംഡ നമുക്കറിയാം. ആ ലാംഡയിൽ വരുന്ന ഡിസ്റ്റൻസ് എത്രയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ രണ്ടും തമ്മിലൊരു ഫേസ് ഡിഫറൻസ് ഉണ്ട്, തീറ്റ ആംഗിളിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഈ തീറ്റ ആംഗിളിൻ്റെ ഡിഫറൻസ് അനലൈസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അകത്ത് എത്ര ഡിസ്റ്റൻസിലാണ് ഒബ്ജക്റ്റ് സെൻസറിൽ നിന്ന് നിൽക്കുന്നതെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പം ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ചിട്ട് ഈ തീറ്റ എന്നുള്ള വാല്യൂ കൂടിക്കൊണ്ടിരിക്കും, കുറയുന്നതനുസരിച്ചിട്ട് തീറ്റയും കുറഞ്ഞ് വരും. അടുത്തതായിട്ട് വരുന്നതാണ് പ്രോക്സിമിറ്റി സെൻസർ. പ്രോക്സിമിറ്റി സെൻസർ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു, ഒരു ഒബ്ജക്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ ഒരു പ്രസൻസ് നോൺ കോണ്ടാക്റ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന മെത്തേഡ്സാണ് പ്രോക്സിമിറ്റി സെൻസർ. അതിന് പല മെത്തേഡ്സും യൂസ് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമൺലി യൂസ്ഡ് പ്രോക്സിമിറ്റി സെൻസേഴ്സ് ആർ ഇൻഡക്റ്റീവ് സെൻസർ, ഹാൾ എഫക്റ്റ് സെൻസർ, കപ്പാസിറ്റീവ് സെൻസർ, അൾട്രാസോണിക് സെൻസർ ആൻഡ് ഓപ്റ്റിക്കൽ പ്രോക്സിമിറ്റി സെൻസർ. ഓരോന്നും വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പോകുന്നില്ല, എന്നാലും ചിലത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറയാം. ഹാൾ എഫക്റ്റ് സെൻസറും കപ്പാസിറ്റീവ് സെൻസറും നമ്മളെ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. ഹാൾ എഫക്റ്റ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ട് അത് ഞാൻ രണ്ടും വളരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇൻഡക്റ്റീവ് സെൻസേഴ്സ് എന്നുള്ളതാണ് ആദ്യത്തെ കേസ്. ഇൻഡക്റ്റീവ് സെൻസർ എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റാണ് ഇതിൻ്റെ അകത്ത് സെൻസർ. ഒരു മാഗ്നറ്റ് എന്താണെന്ന് നമുക്കറിയാം. അതിൻ്റെ അകത്തുനിന്നൊരു മാഗ്നറ്റിക് ഫ്ലെക്സ് എപ്പോഴും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ മാഗ്നറ്റിക് ഫ്ലെക്സ് ഒബ്ജക്റ്റിൻ്റെ ബോഡീൻ്റെ സമീപത്ത് വരുന്ന സമയത്ത് അതിൻ്റെ അകത്തൊരു ചെറിയൊരു വ്യത്യാസം വരും, മാഗ്നറ്റിക് ഫ്ലക്ച്വേഷൻ വരും. ആ മാഗ്നറ്റിക് ഫ്ലക്ച്വേഷൻ വെച്ചിട്ടാണ് ഒരു ഒബ്ജക്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതാണ് ഇൻഡക്റ്റീവ് സെൻസറിൻ്റെ ബേസിക്. ഹാൾ എഫക്റ്റും കപ്പാസിറ്റീവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വരുന്നതാണ് അൾട്രാസോണിക് റേഞ്ച് ഫൈൻഡർ. അൾട്രാസോണിക് അഥവാ നമുക്കിപ്പം എല്ലാ മീഡിയത്തിലെയും സൗണ്ടിൻ്റെ വെലോസിറ്റി അണ്ടർസ്റ്റാൻഡ് ആണ്. ഇപ്പോൾ എയർ ആണെങ്കിൽ 340 മീറ്റർ പെർ സെക്കൻഡ് നല്ലുള്ളതും ബാക്ക് നമ്പറാണത്. അത് ആക്ച്വലി നമ്മുടെ ശബ്ദത്തിൻ്റെ എയറിലുള്ള വെലോസിറ്റിയാണ്. അങ്ങനെയുള്ള വാല്യൂസ് എല്ലാം നമുക്ക് നോണാണ്. അത് വെച്ചിട്ട് നമുക്കിപ്പം ഒരു കമ്പോണൻ്റ് ഉണ്ടെങ്കിൽ ആ കമ്പോണൻറ്റിലേക്കൂടി ഇപ്പം സൗണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ ആ സൗണ്ടിൻ്റെ തിരിച്ചു വരാനുള്ള സമയം അഥവാ എക്കോ തിരിച്ചു വരാനുള്ള ടൈമും നമുക്ക് കറക്റ്റായിട്ട് പ്രഡിക്റ്റഡാണ്. അന്നേരം ആ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് അൾട്രാസോണിക് റേഞ്ച് ഫൈൻഡേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഇതിന് ഹ്യൂമിഡിറ്റി എക്സ്റ്റേണൽ ഹ്യൂമിഡിറ്റി എന്നെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെസിൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിറാമിക് ട്രാൻസ്ഡ്യൂസേഴ്സാണ് ഇതിനകത്ത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതൊരു മെറ്റാലിക് ഹൗസിങ്ങും ഒരു സെൻസർ ഹൗസിങ്ങും ഉണ്ട്. അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട. അന്നേരം ഈ സെൻസേഴ്സ് റേഞ്ച് എത്രയാണെന്നും കൂടി ഫൈൻഡ് ചെയ്യുന്നതുകൊണ്ട് ഇതിനെ അൾട്രാസോണിക് റേഞ്ച് ഫൈൻഡർ എന്നുകൂടി പറയാനുണ്ട്. അൾട്രാസോണിക് പ്രോക്സിമിറ്റി സെൻസർ എന്നാണ് മെയിനായിട്ട് പറയുന്നതെങ്കിലും ഇതിന് റേഞ്ച് ഫൈൻഡർ എന്നും കൂടി പറയാറുണ്ട്. നിങ്ങളധികം ഇതാക്കേണ്ട, രണ്ടിൽ നമുക്ക് യൂസ് ചെയ്യാം. സൗണ്ട് ഉപയോഗിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. ആ സൗണ്ടിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് എത്ര ഡിസ്റ്റൻസിലാണ് ഒരു സൗണ്ട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു ഡിസ്റ്റൻസിൽ പോയി സൗണ്ട് അടിച്ച് തിരിച്ച് എക്കോ ആയിട്ട് നമ്മൾ കേൾക്കാൻ എടുക്കുന്ന ടൈം നമുക്കറിയാം. അറൗണ്ട് 17 സെക്കൻഡോ 16 സെക്കൻഡ് എങ്ങനെയാണ്. അതുപോലെ നോർമൽ എയറിൽ, അതുപോലെ മെറ്റലിലേക്ക് കൂടി എല്ലാം ആകുമ്പോൾ അതിനകത്ത് ഡിഫറൻസ് വരും. ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് എത്ര ഡിസ്റ്റൻസിലാണ് ഒബ്ജക്റ്റ് സെൻസറിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ് അൾട്രാസോണിക് പ്രോക്സിമിറ്റി സെൻസിങ്. അതിൻ്റെ വേവ് ഫോംസാണ് ഇത് തന്നിരിക്കുന്നത്. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട. എക്കോ സിഗ്നൽ എങ്ങനെ വരുന്നത്, ഡ്രൈവിംഗ് സിഗ്നൽ എങ്ങനെ വരുന്നത്, അതിൻ്റെ കോമ്പിനേഷൻ എങ്ങനെ വരുന്നത്, അങ്ങനെ കുറേ സ്റ്റാൻഡേർഡ്സാണ്. താല്പര്യമുള്ളവർക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് ഇതിനെക്കുറിച്ച് തരാം. പിന്നെ വരുന്നതാണ് ഒപ്റ്റിക്കൽ പ്രോക്സിമിറ്റി സെൻസർ അല്ലെങ്കിൽ ലൈറ്റ് ബേസ്ഡ്
റേഞ്ച് ഫൈൻഡർ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സൗണ്ടാണ് ബേസ് ആയിട്ട് എടുത്തതെങ്കിൽ ഇവിടെ നമ്മൾ ലൈറ്റാണ് പ്രോപ്പർട്ടി ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ അതിനുള്ള ചിത്രം നോക്കുകയാണ്. നോർമലി ഒബ്ജക്റ്റിലേക്ക് ഒരു ലൈറ്റ് അടിച്ചു, അത് തിരിച്ച് എമിറ്ററിൽ കിട്ടി, അന്നേരം നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഒരു ഒബ്ജക്റ്റ് എക്സിസ്റ്റ് ചെയ്തിരുന്നു. ചില കേസിൽ നമ്മളെ സെൻസർ വളരെ ദൂരത്തിലാണെങ്കിൽ അഥവാ റേഞ്ചിന് പുറത്താണെങ്കിൽ, നമുക്ക് ഈ റേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇതുമായിട്ട് വലിയ അടുത്തല്ലെങ്കിൽ ഇവിടുന്നുള്ള എമിറ്ററിൽ നിന്നുള്ള സിഗ്നൽ അവിടെ വരെ എത്തൂല. അന്നേരം ഓട്ടോമാറ്റിക്കലി നമ്മളെ സിഗ്നൽ എത്താത്തതുകൊണ്ട് തന്നെ നമുക്ക് റിസീവറിൽ യാതൊരു സിഗ്നലും കിട്ടില്ല. അതാണ് ഇവിടെ ഡോട്ടായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഡോട്ടും ഇല്ല, എമിറ്ററിൽ നിന്ന് അടിക്കുന്നു, തിരിച്ച് റിസീവറിൽ കിട്ടുന്നു. പക്ഷേ ഈ കേസിൽ ഒബ്ജക്റ്റ് റേഞ്ച് അഥവാ നമ്മളെ സെൻസറിന് വളരെ അകലത്തിലാണ്, നമുക്ക് ഇൻപുട്ട് കൊടുത്താലും ഔട്ട്പുട്ട് കിട്ടില്ല. പിന്നെ വേറൊരു കേസുണ്ട്, ഇത് രണ്ടും വളരെ അടുത്ത് വരിക. ഒരു ലിമിറ്റിന് അടുത്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് തിരിച്ചിട്ട് ഈ റിസീവറിൽ കിട്ടില്ല. കാരണം ഇതിൻ്റെ അകത്ത് പോകുന്നത് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഡിസ്പേഴ്സായി പോകുന്നതാണ്. അതുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. അങ്ങനെ ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. ഒരു വിതിൻ റേഞ്ച് മാത്രമേ നമുക്ക് ഒപ്റ്റിക്കൽ ടൈപ്പ് സെൻസേഴ്സ് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു.